1999 ഒരു തിരുവോണ നാളിൽ RSSകാരുടെ ആക്രമത്തെ അതിജീവിച്ച പ്രിയപ്പെട്ട സഖാവ് പി ജയരാജൻ ഇന്ന് നമ്മോടൊപ്പം ഡയലോഗ് പീഡികയിലുണ്ട്. ശരീരത്തിലേറ്റ ആഴത്തിലുള്ള മുറിവുകളും നഷ്ടപ്പെട്ട ആരോഗ്യവും അദ്ദേഹത്തിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകളുടെ രാഷ്ട്രീയ മൂർച്ച കൂട്ടുകയുള്ളൂ എന്ന് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ജീവിതം തെളിയിച്ചു. കാവ്യരാഷ്ട്രീയത്തിന്റെ വിദ്വേഷ പ്രചാരണങ്ങൾക്ക് മുന്നിൽ മതേതരത്വത്തിന്റെ ശക്തമായ മതിൽ തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ പാർലമെന്ററി രംഗത്തായാലും സംഘടനാ രംഗത്തായാലും RSSന്റെയും സംഘപരിവാറിന്റെയും ജനവിരുദ്ധ നയങ്ങളെയും ഭയത്തിന് വഴിമാറാത്ത നെഞ്ചുറപ്പോടെ RSS ഭീകരതയ്ക്കെതിരെ കേരളത്തിലെ മതനിരപേക്ഷ മനസ്സിന്റെ ശബ്ദമായി മാറിയ സഖാവ് പി ജയരാജൻ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളിലെ സജീവമായ ഒരു സാന്നിധ്യവും ആവേശവുമാണ്. സാർ നമസ്കാരം. സാറിൻ്റെ ഒരു പുതിയ പുസ്തകം ഈ അടുത്ത് ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നേ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമാണിത്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന് പറയുന്ന പുസ്തകം 2024 ഡിസംബറിൽ ശിവഗിരിയിൽ വെച്ച് നമ്മുടെ പഴയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ മുന്നോടിയായിട്ടാണോ ഈ ഒരു പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്? അതേപോലെ ഈ ഒരു പരാമർശം തമിഴ്നാട് ഉദയനിധി സ്റ്റാലിനും ഏറ്റെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത്? അതായത് സൂര്യ പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ ഉണ്ടായത്. അതായത് 2023 ഉദയനിധി സ്റ്റാലിൻ്റെ തമിഴ്നാട് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ പ്രസംഗം വന്നത്. അതായത് കോവിഡിനെയും ഡെങ്കിയെയും പോലെ ഉന്മൂലനം ചെയ്യേണ്ട ഒന്നാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ടാണ് 2024 ഡിസംബറിലാണ് ശിവഗിരിയിലെ പിണറായിയുടെ പ്രസംഗമുണ്ടായത്. അപ്പോൾ ഈ രണ്ടവസരങ്ങളിൽ ഉദയനിധിയുടെ പ്രസ്താവന വന്നതിനെ തുടർന്നും പിണറായിയുടെ ശിവഗിരി പ്രസംഗത്തെ തുടർന്നും വലിയ നിലക്ക് വിവാദമുയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സംഘപരിവാർ ശക്തികൾ പരിശ്രമിക്കുകയുണ്ടായി. BJP നേതാക്കന്മാർ പ്രത്യക്ഷമായി തന്നെ അതിനെതിരായിട്ടുള്ള വലിയ നിലക്കുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അപ്പോൾ അതിൽ ഈ ശ്രീനാരായണ ഗുരു ആണല്ലോ ശിവഗിരി സ്ഥാപിക്കുന്നത്. ആ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചിട്ടുള്ള ശിവഗിരിയെ കൈയടക്കാനുള്ള RSSന്റെ ആസൂത്രണം വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം ചെങ്കോട്ടുകോണം സ്വാമി ശിവഗിരി സന്ദർശിച്ചുകൊണ്ട് ശാശ്വതീകാനന്ദയോട് പറയുന്ന കാര്യം എൻ്റെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടും ഒത്തുചേർന്നാൽ കേരളം ഇങ്ങോട്ട് പോരുമെന്നാണ്. സംഗതി മനസ്സിലായില്ല? അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളാണ്. ശ്രീനാരായണീയർ എന്ന് പറയുന്ന വിഭാഗമാണ് കേരളത്തിലെ ജനസംഖ്യയിൽ പ്രബലമായിട്ടുള്ള വിഭാഗം. അപ്പം അവരും ഈ ഹിന്ദുത്വ ആശയങ്ങളോട് കൂറു പുലർത്തുന്നവരെ ഒന്നിച്ചാൽ കേരളത്തിൻ്റെ ഭൂരിപക്ഷം ജനമനസ്സിനെ സ്വാധീനിക്കാനാവും എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയാണ് അവിടെ നേരത്തെ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഗ്രാൻഡ് ഡിസൈൻ എന്ന ആ ഒരു കാര്യമാണ്. ഗ്രാൻഡ് ഡിസൈൻ്റെ ആവർത്തനം എന്നാണ് ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ. യഥാർത്ഥത്തിൽ കേരള കൗമുദി പത്രാധിപരായിരുന്ന MS മണി മുമ്പ് AK ആന്റണി മുഖ്യമന്ത്രിയായിട്ടുള്ള ഘട്ടത്തിൽ ശിവഗിരിയിൽ ഒരു പോലീസ് ആക്ഷൻ നടന്നിട്ടുണ്ട്. പോലീസ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം, സന്യാസിമാരെയൊക്കെ മർദ്ദിച്ച സംഭവം. ആ സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് ഇത് ശിവഗിരി കൈയടക്കാനുള്ള സംഘപരിവാറിൻ്റെ ഗ്രാൻഡ് ഡിസൈനാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ ശിവഗിരി പ്രസംഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള വലിയ നിലക്കുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയതും ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് ഗ്രാൻഡ് ഡിസൈൻ്റെ ആവർത്തനമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകം എഴുതുന്നതിലേക്കുള്ള ഒരു പ്രേരണയായത്. അതുമാത്രമല്ല, ആമുഖത്തിൽ തന്നെ ചെറുപ്പകാലത്ത് ശ്രീനാരായണ ഗുരു ചെലിയിട്ട തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയ അവസരത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മുഹമ്മദീയർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് വെച്ചു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠയിട്ട
എല്ലാ ക്ഷേത്രങ്ങളിലും എഴുതി വെച്ച ശ്ലോകം എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തിനാണ് താൻ ശിലയിട്ടത് എന്നതാണ്. അതിന് ഘടകവിരുദ്ധമായ നിലയിൽ പുറത്ത് ഈ സംഘപരിവാർ ശക്തികൾ ഒരു മുസ്ലിം വിരുദ്ധ കേന്ദ്രമായി അതിനെ ചിത്രീകരിക്കുന്ന ശ്രമങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ട് അനുഭവങ്ങൾ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സനാതന ധർമ്മം എന്താണ് എന്ന് വിശദീകരിക്കണം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന നിലക്ക് അതിന് സഹായകരമായിട്ടൊരു പുസ്തകം തയ്യാറാക്കണം എന്നുള്ള തോന്നൽ വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ പുസ്തകത്തിൻ്റെ രചനയിൽ സ്വാധീനിച്ച കുറേ ഘടകങ്ങളുണ്ട്. ആർക്കൈവ്സുകൾ, അതേപോലെ തന്നെ പഴയ പത്രക്കടലാസുകൾ, അതിനപ്പുറത്തേക്ക് ഫീൽഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ടി വന്നു, റിസർച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനം നടത്തിയെന്ന പേരിൽ മാധ്യമങ്ങൾ ഒരു കഥയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ക്ഷേത്ര ദർശനം നടത്തിയതല്ല എന്നും ഇതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ച് പോയതാണ് എന്നുള്ളതൊരു അതിനിടയ്ക്ക് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ചേട്ടാ അതൊന്ന് വിശദീകരിക്കാമോ? അതായത് ഈ ശ്രീനാരായണ ഗുരു ദർശനങ്ങളെപ്പറ്റി ഒരു പുനർവായന വേണം എന്നതാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. കാരണം ഗുരുവിനെ ഹിന്ദു സന്യാസിയായിട്ട് ദുർവ്യാഖ്യാനിക്കുക. ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസിയാണ്, ശ്രീനാരായണ ഗുരു സനാതന ധർമ്മം പിന്തുടർന്നിട്ടുള്ള ഒരു ഹിന്ദു സന്യാസിയാണ് എന്നൊരു നറേഷൻ ഉണ്ടാക്കി കേരളത്തിൽ സംഘപരിവാറിന് സ്വീകാര്യത ഉണ്ടാക്കാനുള്ള ആസൂത്രണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുക എന്നതാണ് ഈ പുസ്തകം എഴുതുന്നതിന് എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിൻ്റെ ഭാഗമായി ഒന്ന് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടുകളൊക്കെ അന്വേഷിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി പലയിടത്തും പോകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഗ്രന്ഥങ്ങളും റെഫർ ചെയ്തിട്ടുണ്ട്. അത് ശ്രീനാരായണ ഗുരുവിനെ പറ്റി 100 കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം, അതുപോലെ തന്നെ ഗുരു ദർശനങ്ങളെപ്പറ്റി പലരും എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അതിലെ പല ഭാഗങ്ങളും ഇതിനകത്ത് ഉദ്ധരണിയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായം തന്നെ ശ്രീനാരായണ ഗുരു ഒരു പുനർവായന എന്ന നിലക്ക് കണ്ടുകൊണ്ടുള്ള ആ അധ്യായത്തിലാണ് ഏറ്റവും കൂടുതൽ പേജുകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സനാതന ധർമ്മം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി 1904 ബനാറസിലെ ഹിന്ദു യൂണിവേഴ്സിറ്റി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ദി പ്രിൻസിപ്പിൾസ് ഓഫ് സനാതന ധർമ്മ എന്നതാണ്. അപ്പോൾ അതിൽ സനാതനധർമ്മം എന്താണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന് മലയാളത്തിലെ RSS പ്രസിദ്ധീകരണമാണ് കേസരി. ആ കേസരിയുടെ 2024 ഓണപ്പതിപ്പിൽ 13 ലേഖനങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. നോക്കുക നിങ്ങൾ, അതായത് സനാതനധർമ്മം അതിനെ വെള്ളപൂശിക്കൊണ്ട്, യഥാർത്ഥത്തിൽ അത് വർണ്ണാശ്രമ വ്യവസ്ഥയാണ്, വർണ്ണജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നതാണ്, അസമത്വത്തെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുന്നതാണ്. അതാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണധർമ്മ വ്യവസ്ഥ തന്നെയാണ്, വർണ്ണജാതി വ്യവസ്ഥ തന്നെയാണ്. അപ്പോൾ അതിലെ ഈ വർണ്ണങ്ങൾ തമ്മിലുള്ള വിവേചനം, വ്യത്യാസങ്ങൾ, ജാതി അടിമത്തം, ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒന്നാണ് സനാതനധർമ്മം. യഥാർത്ഥത്തിൽ ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വെക്കുന്ന സനാതനധർമ്മം അത്തരത്തിൽ അസമത്വത്തെ പൊക്കിപ്പിടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെതിരായിട്ട് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് ചിന്തിച്ചത്? നവോത്ഥാന നായകന്മാരിൽ പ്രധാനിയാണല്ലോ ശ്രീനാരായണ ഗുരു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനെ ഒരു സമൂഹത്തിൻ്റെ കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് മാത്രമല്ല, സമൂഹത്തോട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുനർവായന വേണം. ഗുരുവിൻ്റെ കൃതികൾ, ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരു പുനർവായനയ്ക്ക് വിധേയമാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഒന്ന്, സംഘപരിവാരം പ്രചരിപ്പിക്കുന്ന ഹിന്ദു ഏകീകരണത്തിൻ്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നതിന് വേണ്ടി പല സ്ഥലങ്ങളും ഞാൻ സന്ദർശിക്കുകയുണ്ടായി. സൂര്യ പറഞ്ഞതുപോലെ കേരളത്തിലെ ബ്രാഹ്മണേതരമായിട്ടുള്ള ആരാധനാലയങ്ങൾ,
ഈ ബ്രാഹ്മണീയ ആരാധനാലയങ്ങളെ പറ്റി ഒട്ടേറെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രാഹ്മണീയമല്ലാത്ത ആരാധനാലയങ്ങൾ കേരളത്തിൽ പലയിടത്തുമുണ്ട്. അത് ഉത്തര കേരളത്തിലെ തെയ്യം, തെറ, കളിയാട്ടം എന്നിങ്ങനെയുള്ള ആചാരങ്ങൾ നടത്തുന്ന ആരാധനാലയങ്ങളുണ്ട്. അത് ഉത്തര കേരളത്തിൽ മാത്രമല്ല, തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ജില്ലകളിലും കാവ് പാരമ്പര്യമുണ്ട്. അതെ. ആ കാവ് പാരമ്പര്യത്തെ ഇല്ലാതാക്കി കാവുകളെയും മടപ്പരകളെയും പതികളെയും ഒക്കെ ക്ഷേത്രമാക്കി പുനർനാമകരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സംഘപരിവാർ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാവിൻ്റെ പാരമ്പര്യം എന്താണ്? അത് ബ്രാഹ്മണീയമായിട്ടുള്ള നിലയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള നിലയിലാണ് ഈ കാവുകളും മടപ്പരകളും തെയ്യങ്ങളും തറകളും ഒക്കെ നടത്തുന്നത്. അത് സ്ഥാപിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ കാവുകളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ആ കാവുകളെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ കാവുകളുടെ കാവാണ് കൊടുങ്ങല്ലൂർ കാവ്. കാവുകളുടെ കാവാണ്. ഒരു കാലത്ത് വടക്കൻ കേരളത്തിൽ നിന്നും ദക്ഷിണ കേരളത്തിൽ നിന്നുമൊക്കെ എത്രയോ തീർത്ഥാടകന്മാർ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ കൊടുങ്ങല്ലൂർ കാവ്. അപ്പോൾ ആ കൊടുങ്ങല്ലൂർ കാവിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം, സമഗ്രമായിട്ടുള്ള പഠനം, ഒന്നിലധികം ഗ്രന്ഥങ്ങൾ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ യാദൃശ്ചികമായിട്ടാണ് കൊടുങ്ങല്ലൂർ കാവിൻ്റെ മുമ്പിൽ എത്തപ്പെട്ടത്. അല്ല അവിടത്തേക്ക് മാത്രമായി പോയതല്ല. എറണാകുളത്ത് ഒരു കേസിന് പോകുന്ന അവസരത്തിൽ ഇടക്ക് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയത് ഈ കൊടുങ്ങല്ലൂർ കാവിൻ്റെ മുന്നിലുള്ള ഹോട്ടലിലേക്കാണ്. അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചതിന് ശേഷം ഒന്ന് കയറി കാണാൻ തോന്നി. അവിടെ കോഴിയറവ് പണ്ട് നടന്നിരുന്നല്ലോ. അപ്പോൾ കോഴിക്കല്ലുണ്ട്. അതുപോലെ തന്നെ തവിട്ട് മുത്തി, അവിടെ ഒരു മൂർത്തിയാണ്. അത് പ്രധാന കോവിലിന് വെളിയിലാണ് ഈ തവിട്ട് മുത്തിയുടെ സ്ഥാപനം, തവിട്ട് മുത്തിയുടെ മൂർത്തി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് പുറത്താണ്, കോവിലിന് പുറത്താണ് വസൂരിമാല. വസൂരിമാല നമ്മുടെ ഉത്തര കേരളത്തിലൊക്കെ തെയ്യമായിട്ട് കൊണ്ടാടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ കാവിനെ സംബന്ധിച്ച് നേരത്തെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടു കൂടി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്. അത് VT ഇന്ദുടൻ എഴുതിയിട്ടുള്ള ദി സീക്രട്ട് ചേംബർ, രഹസ്യ അറ. അപ്പോൾ ആ കോവിലിനകത്തൊരു രഹസ്യ അറയുണ്ട്. അത് പോയി കണ്ടു, പൂട്ടിയിട്ട ഒരു അറയുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനുള്ള ഒരു താല്പര്യം തോന്നി, അതൊക്കെ സന്ദർശിച്ചതാണ്. അപ്പോൾ ഞാൻ അത് വിവാദമാക്കിയത് സംഘപരിവാറിൻ്റെ ചാനലായിട്ടുള്ള ജനൻ TV ആണ്. അപ്പോൾ ആ വിവാദം വന്നപ്പോൾ ഞാൻ വ്യക്തമാക്കി, ദർശനവും സന്ദർശനവും രണ്ടും രണ്ടാണ്. ദർശനത്തിനല്ല ഞാൻ പോയത്, സന്ദർശനത്തിനാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വിവാദമായി. മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ഈ പുസ്തകമൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് പോയത്. അതാണ് കൗതുകരമായിട്ടുള്ള വേറൊരു കാര്യം. പുസ്തകമൊക്കെ തയ്യാറാക്കി കൊടുങ്ങല്ലൂർ കാവിനെ സംബന്ധിച്ചുള്ള ഭാഗങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം യാദൃശികമായിട്ട് അവിടെ പോയതാണ്. അത് വാർത്തയായപ്പോൾ ഈ പുസ്തകത്തിന് കുറേ കൂടി പ്രചാരം കിട്ടി. എന്ന് മാത്രമല്ല, ഈ ചിന്താ പബ്ലിഷേഴ്സ് ഇതിൻ്റെ പരസ്യം നൽകിയപ്പോൾ അതിലൊരു മൊബൈൽ നമ്പർ കൊടുത്തിരുന്നു. പുസ്തകം ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള ഒരു മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് ചിന്തയുടെ മാർക്കറ്റിംഗ് മാനേജർ രമേശനെ വിളിച്ച് ബാക്കി ഉണ്ടാവില്ല, ഇത് പ്രസിദ്ധീകരിച്ചാൽ ബാക്കി ഉണ്ടാവില്ല എന്ന ഭീഷണി വന്നല്ലോ. അപ്പോൾ അതോടുകൂടി ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ ചെലവുള്ള പരസ്യം കിട്ടുന്നതിനേക്കാളും വലിയ പരസ്യം കിട്ടി. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒട്ടേറെ വായനക്കാർ മുന്നോട്ട് വന്നിട്ട് ഈ പുസ്തകം വാങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ വിവാദ കാര്യങ്ങൾ ഉണ്ടായത്. ആ കാര്യം കൂടിയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷവും അല്ലെങ്കിൽ അതിന് മുമ്പേ ഉണ്ടാവാം, ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തിനാണ് ക്ഷേത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്? അത് ക്ഷേത്രങ്ങളെക്കുറിച്ച് മാത്രം ഒരു പഠനം, അല്ലെങ്കിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വ്യത്യസ്തമായ പല സ്ഥലത്തും വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ പറ്റിയിട്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പഠിക്കേണ്ടതുണ്ടോ? വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് സൂര്യ ഉന്നയിച്ചത്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ
നിരീശ്വരവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിസത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെ പറ്റി തെറ്റായിട്ടൊരു ചിത്രം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായ ശ്രമം ലോക ചരിത്രത്തിലുടനീളം കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന മഹത്തായ ആദർശം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അനീതിക്കെതിരായ നീതിയുടെ പക്ഷം ചേരുക. അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ കേരളീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ സംഭാഷണം നടത്തുന്ന സ്ഥലം പാട്യം പഞ്ചായത്താണ്. പാട്യം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ്റെ നാടാണ്. ആ വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ സന്ദേശമുണ്ടല്ലോ. ആ സന്ദേശം ഇതാണ്: ഉണരുവിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അഖിലേശനെ സ്മരിപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്നാണ്. അപ്പോൾ അനീതിക്കെതിരായിട്ടുള്ള നീതിയുടെ പക്ഷം ചേരലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരവാദിത്വം. അപ്പം ഇവിടെ അനീതിയുടെ തത്വശാസ്ത്രമാണ് സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി മനുഷ്യരെവിടെയെല്ലാം ഇടപെടുന്നുണ്ടോ അവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൻ പോകണം, പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യങ്ങളെല്ലാം ചരിത്രമല്ല, എന്നാൽ ഐതിഹ്യങ്ങളിൽ ചരിത്രത്തിൻ്റെ അംശങ്ങളുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ ഐതിഹ്യങ്ങളുണ്ടാവും. അങ്ങനെയാണല്ലോ. പണ്ട് ചരിത്രം എന്നറിയപ്പെടുന്നത് രാജാക്കന്മാരുടെ ചരിത്രമാണ്, സമൂഹത്തിലെ പ്രബലന്മാരുടെ ചരിത്രമാണ്. എന്നാൽ അതുമാത്രമല്ല, ജനങ്ങളുടെ ചരിത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചരിത്രത്തിൽ കുറച്ച് കെട്ടുകഥകളുണ്ടാവും, ഐതിഹ്യത്തിൽ ചരിത്രാംശമുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരും പഠിക്കണം. അപ്പോൾ നമുക്കൊന്നും അന്യമല്ല എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റുകാർക്ക് മനുഷ്യനെ സംബന്ധിച്ചുള്ളതെല്ലാം മനസ്സിലാക്കേണ്ടതാണ്. ഒന്നും നമുക്ക് അന്യമല്ല എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിട്ടുള്ള എൻ്റെയും മനസ്സിലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് നമ്മളിപ്പോൾ ലോകാടിസ്ഥാനത്തിലോ ഇന്ത്യ അടിസ്ഥാനത്തിലോ കേരള അടിസ്ഥാനത്തിലോ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരേ നിലയല്ല കാണാൻ പറ്റുക. പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഈശൽ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഇവിടെ ഏത് മതവിശ്വാസം എടുത്താലും അതിന് പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതം ഇവിടെ വരുന്ന അവസരത്തിൽ ഇവിടുത്തെ സാമൂഹ്യ ജീവിതം, ഇവിടുത്തെ സംസ്കാരം, അതുമായിട്ട് കൊള്ളലും കൊടുക്കലും നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ആരാധനാലയങ്ങൾക്ക് പ്രാദേശികമായിട്ടുള്ള ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട്. ഇത് പഠിക്കേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ഈ ബ്രാഹ്മണേതരമായിട്ടുള്ള ആരാധനാലയങ്ങളെ പറ്റിയുള്ള പഠിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആരാധനാലയങ്ങളിലെ വൈവിധ്യങ്ങൾ എന്ന അധ്യായം. അപ്പം അത് ബ്രാഹ്മണേതരമായിട്ടുള്ള ആരാധനാലയങ്ങളെ പറ്റിയുള്ള ഒരു പഠനമാണ്. അത് പൂർണ്ണമല്ല, ഒരു തുടക്കം, അല്ലെങ്കിൽ നേരത്തെ ചില ആളുകൾ തുടങ്ങി വെച്ചതിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പോകണം. ഇപ്പോൾ തെയ്യങ്ങളെപ്പറ്റി, തെയ്യങ്ങളുടെ പിന്നിൽ ആരാണ്? പഴയകാല മനുഷ്യരാണ് ദൈവമായിട്ട് മാറുന്നത്. ആ ദൈവത്തിൻ്റെ തദ്ഭവമാണ് തെയ്യം. അപ്പോൾ മനുഷ്യൻ തെയ്യമാവുന്ന ഒരവസ്ഥ. അപ്പോൾ ആ മനുഷ്യന് അവിടെ ഒരു ചരിത്രമുണ്ട്. ജീവിച്ചിരിക്കുന്ന പഴയകാലത്തെ പോരാളികൾ, സമൂഹത്തിൽ അംഗീകാരമുള്ള മനുഷ്യർ, അവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും പഠിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, എല്ലാവരും പഠിക്കണം. ചരിത്രത്തെ ആ വിധം നോക്കിക്കാണാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഇങ്ങനെയൊരു പഠനം അല്ലെങ്കിൽ നമ്മൾ ചെന്ന് അന്വേഷിക്കുക എന്നുള്ളൊരു കാര്യത്തിനോട് അവർ ഗൗരവമായിട്ട് തന്നെ അതൊരു പേടിയോടുകൂടി കാണുന്നു എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആരാ പേടിക്കുന്നത്? അനീതിയുടെ സ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള എൻ്റെ ഈ ദൗത്യത്തെയും ഭയപ്പാടോടുകൂടി കാണുന്നത്. അനീതി ഉണ്ടല്ലോ സമൂഹത്തിൽ. ഒന്ന്, മനുഷ്യരെല്ലാം ഒന്നാണ്. ഇതാണല്ലോ നവോത്ഥാന നായകന്മാരെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പം മനുഷ്യർക്കിടയിലുള്ള അനീതി ഇല്ലാതാക്കണം, നീതി നടപ്പാക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് ഉണ്ടാവുന്നതിന് മുമ്പേ ആദ്യം ഒരു സംഘടന ഉണ്ടാവുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന സംഘടനയുടെ മുന്നേ ഒരു സംഘടനാ രൂപമുണ്ട്. അതിൻ്റെ പേര് നീതിമാന്മാരുടെ ലീഗ് എന്നാണ്. നീതിമാന്മാരുടെ ലീഗ്, മനസ്സിലായല്ലോ. അപ്പോൾ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെയാണ് ഈ കമ്മ്യൂണിസം എന്നുള്ള ആശയം തന്നെ വന്നിട്ടുള്ളത്.
അപ്പോൾ സമൂഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള മേധാവിത്വം വഹിക്കുന്ന ശക്തി, മൂലധന ശക്തി, അതാണ് മുതലാളിത്തം. ഇന്ന് സാമ്രാജ്യത്വം കൂടിയാണ്. അപ്പോൾ അത്തരം ശക്തികൾ സമൂഹത്തിനിടയിൽ എങ്ങനെയാണ് അനീതി നടപ്പാക്കുന്നത്, അടിച്ചമർത്തൽ നടപ്പാക്കുന്നത്, ചൂഷണം നടപ്പാക്കുന്നത്, ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നത്, ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണല്ലോ ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തെ ഈ സനാതന ഹിന്ദു ധർമ്മവാദികൾ ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിൻ്റെ തത്വശാസ്ത്രം പ്രചരിപ്പിക്കാനും അതിന് ആധിപത്യം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന കാലത്ത് നമുക്ക് തീർച്ചയായിട്ടും ചരിത്രത്തിൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം ഉപകരണങ്ങൾ കിട്ടുമോ അതൊക്കെ നമ്മൾ സമ്പാദിച്ചുകൊണ്ട് ഇതിനെ ചെറുക്കണം, പരാജയപ്പെടുത്തണം. പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ മുതൽ സനാതന ധർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ സനാതന ധർമ്മങ്ങൾ മതവുമായി അടിസ്ഥാനപ്പെടുത്തിയാണോ ആ ചർച്ചകൾ പുനരാരംഭിക്കുന്നതും അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതും? യഥാർത്ഥത്തിൽ ഈ ഹിന്ദു മതം എന്നൊരു മതമേ ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. മുഗളന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത് വരെ ഹിന്ദു മതം എന്ന മതമേ ഉണ്ടായിരുന്നില്ല. അത് ഒരു നിർമ്മിതിയാണ്. ഇതാണ് ഹിന്ദുത്വ നിർമ്മിതി യഥാർത്ഥത്തിൽ നടത്തുന്നത്. അത് സവർക്കറുണ്ട്, അതുപോലെ തന്നെ RSSന് താത്വിക അടിസ്ഥാനമിട്ട ഡോക്ടർ BS മുഞ്ചയുണ്ട്. ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിർമ്മിതിയാണ് ഹിന്ദു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു ജാതി വ്യവസ്ഥയാണല്ലോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, വർണ്ണജാതി വ്യവസ്ഥ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ നമ്മൾ അപ്പാർത്തീഡ് കാണാം. കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വിവേചനം. വെളുത്തവരാണല്ലോ ന്യൂനപക്ഷം, കറുത്തവരാണ് മഹാഭൂരിപക്ഷം. അപ്പാർത്തീഡ് സമ്പ്രദായം, വർണ്ണവ്യവസ്ഥ അവിടെ നിലവിലുള്ള ഘട്ടത്തിൽ ഭരിക്കുന്നവരെല്ലാം വെള്ളക്കാരാണ്, അവർ ന്യൂനപക്ഷമാണ്. അപ്പം ന്യൂനപക്ഷക്കാരായിട്ടുള്ള വെള്ളക്കാർ ഭൂരിപക്ഷത്തെ അടിച്ചമർത്തി ഭരിക്കുന്നതിന് വേണ്ടി ഒരു ദർശനം രൂപപ്പെടുത്തി, ഒരു ചിന്ത രൂപപ്പെടുത്തി. എന്താ ചിന്ത? നിങ്ങൾ മഹാഭൂരിപക്ഷമുണ്ട്, നിങ്ങൾ മനുഷ്യരാണ്, മനുഷ്യപുത്രന്മാരാണ്, ഞങ്ങളോ, ഞങ്ങൾ ദൈവപുത്രന്മാരാണ്. അപ്പോൾ ദൈവാധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മഹാഭൂരിപക്ഷത്തെ അടിച്ചമർത്തി. അതേപോലെ ഇവിടെ ചാതുർവർണ്ണ്യം, പക്ഷെ 4 വർണ്ണങ്ങൾ, 4 ആശ്രമങ്ങൾ, പിന്നെയോ 4 ശാസ്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യരെ വിഭജിക്കുന്നൊരു വ്യവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെയാണ് ഹിന്ദുത്വം പൊക്കിപ്പിടിക്കുന്നത്. എന്നാൽ ഞാൻ ഈ പുസ്തകത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ വർണ്ണവ്യവസ്ഥക്ക് പുറത്ത് തന്നെ അവർണന്മാരുണ്ടായിട്ടുണ്ട്, കീഴാള ജനവിഭാഗം ഉണ്ടായിട്ടുണ്ട്. ഇനി വർണ്ണങ്ങളെ എടുത്താൽ തന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇത് തന്നെ അസമത്വം സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ഇവിടെ ആരാധനാലയങ്ങളെ പറ്റിയിട്ടുള്ള ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷ്ഠ, ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നു. ബ്രാഹ്മണന് ഈ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതിന് ലിംഗത്തിൻ്റെ വലുപ്പം ഒരു നിബന്ധനയാണ്. ക്ഷത്രിയന് അത്ര വലുപ്പമുള്ള ലിംഗമല്ല നിർദ്ദേശിക്കുന്നത്. വൈശ്യന് അത്രത്തോളം വലുപ്പമല്ല, ക്ഷത്രിയനോളം. ശൂദ്രനോ അങ്ങനെയാണ്, അതിനേക്കാളും ചെറുപ്പമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർക്കിടയിൽ വ്യത്യസ്തതകൾ സൃഷ്ടിക്കുന്ന, ഭിന്നതകൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ അതിനെതിരായിട്ടാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വന്നത്. അപ്പോൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ ആശയങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ചിത്രീകരിക്കുക എന്നത് ഒരു ദൗത്യമായിട്ട് ഈ പുസ്തകത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പലരും നടത്തിയിട്ടുള്ളതാണ്. ഞാനും ഈ പുസ്തകത്തിൽ അവലംബിച്ച രീതി അതാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ആശയ സമരം നടത്തണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു, അതേപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ, ഇങ്ങനെ ഇവരെല്ലാവരും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇത്രയും എതിർത്തത് എന്തുകൊണ്ടായിരിക്കും സനാതനധർമ്മം? അതായത് ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തെ നേരിട്ട് എതിർത്തിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികളെ പറ്റി അങ്ങനെ പറയാനാവില്ല. പക്ഷേ സനാതനധർമ്മവാദികൾ പറയുന്ന ഈ കേരളത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനെ അതിനിശ്ചിതമായിട്ട് എതിർത്തുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ മുന്നോട്ട് വരുന്നത്.
അതിൽ ചട്ടമ്പി സ്വാമികളുടെ 2 കൃതികൾ ഈ അധ്യായത്തിൽ ഞാനിവിടെ പരിശോധിക്കുന്നുണ്ട്. അതിൽ ഒന്ന് പ്രാചീന മലയാളം. ഇപ്പോൾ ഈ സംഘപരിവാറിൻ്റെ കേരളത്തിലെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും കേരളത്തെ പരിചയപ്പെടുത്തുന്നത് ഭാർഗവ കേരളം എന്നാണ്, പക്ഷെ പരശുരാമ കേരളം. എന്നാൽ പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായി എന്നും അവർ 64 ബ്രാഹ്മണന്മാർക്ക് ഭൂമിയാകെ വീതം വെച്ചു കൊടുത്തു എന്നുമുള്ള ആ കേരളത്തിൻ്റെ ഉൽപ്പത്തി സംബന്ധിച്ചുള്ള ഐതിഹ്യം കെട്ടുകഥയാണ്. അതിന് പ്രാമാണികതയില്ല എന്നാണ് പ്രാചീന മലയാളം എന്നുള്ള ഗ്രന്ഥത്തിൽ ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. അപ്പോൾ കേട്ടറിവാണ്, കേട്ടറിവിന് പ്രാമാണികതയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പുസ്തകം ഇതാണ് വേദാധികാര നിരൂപണം. അതായത് വേദങ്ങളിലാണല്ലോ എല്ലാ അറിവും ഉള്ളത്. സനാതനികൾ വാദിക്കുന്നത് വേദങ്ങൾ എന്ന് പറയുന്നത് അനാദികാലത്തുണ്ടായതാണ്. അതിന് ഏതെങ്കിലും വർഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല, പിന്നെയോ അനാദിയായിട്ടുണ്ടായതാണ് വേദങ്ങൾ. ഇങ്ങനെയുള്ള പലതരം കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വേദങ്ങൾ ശൂദ്രന് കേൾക്കാൻ വേണ്ടി പോലും അധികാരമില്ല. വേദങ്ങൾ വായിക്കുന്നത് ശൂദ്രൻ കേട്ടാലോ അവൻ്റെ ചെവിയിൽ ഈയ മുരുക്കി ഒഴിക്കണം. അതാണ് മനുസ്മൃതി അനുശാസിക്കുന്നത്, ദണ്ഡനീതി അതാണ്. അപ്പോൾ ഈ ശൂദ്രനെ ഇങ്ങനെ ഒരു 4ാം തരം പൗരനായിട്ട് കണക്കാക്കുന്നതിനെതിരായിട്ട് വേദാധികാരത്തെ എല്ലാ മനുഷ്യർക്കും അവകാശമുള്ളതാണ് സ്ഥാപിച്ചുകൊണ്ട് ഈ വേദങ്ങൾ എന്ന് പറയുന്നത് അത് ഈ ദ്വിജന്മാർക്ക് മാത്രം ഉള്ളതാണ് എന്ന് തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വേദാധികാര നിരൂപണം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഈ സനാതനികൾ എന്ന് പറയുന്നത് മനുവിൻ്റെ സ്മൃതി നോക്കി ഭരിക്കുന്നവരായിരിക്കില്ലേ എന്ന് കൃത്യമായിട്ട് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. ഇവിടെ ഈ ശൂദ്രാധികാരത്തിൻ്റെ പ്രാമാണികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചട്ടമ്പി സ്വാമികൾ ഈ 2 പുസ്തകങ്ങളും എഴുതിയിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ എതിർത്ത ഒന്നായിരുന്നല്ലോ സനാതനം. എന്തുകൊണ്ടായിരിക്കും അവരത് ആദ്യം മുതൽ അത് എതിർക്കാൻ കാരണം? അതായത് യഥാർത്ഥത്തിൽ സനാതനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ശാശ്വതമായിട്ടുള്ളത്. അങ്ങനെ ഒരു മൂല്യമില്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അപ്പോൾ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലം, അനുവദിക്കാതിരുന്ന ഒരു മൂല്യബോധം അതിന് മുന്നേ ഉണ്ടായിരുന്നു. സമത്വം എന്ന മൂല്യബോധം ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. സാഹോദര്യം എന്ന മൂല്യം ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്ന് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ, പുരോഗതിയിലേക്ക് നയിക്കാനാണല്ലോ നവോത്ഥാനം പരിശ്രമിച്ചത്. ഇതാണ് ജ്ഞാനോദയം, അങ്ങനെയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പഴയതിനെ നിഷേധിച്ചുകൊണ്ട് പുതിയ മൂല്യബോധങ്ങൾ ഉണ്ടായതാണ് മാനവ സമുദായത്തിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് സംസ്കാരം ഉണ്ടാകുന്നത്, പുതിയ സംസ്കാരങ്ങൾ. ആ സംസ്കാരങ്ങളിലൂടെ മനുഷ്യൻ അഭിവൃദ്ധിയിലേക്കാണ്, പുരോഗതിയിലേക്കാണ് പോയത്. ഇവിടെ സനാതനികൾ അവകാശപ്പെടുന്നത് ശാശ്വതമായിട്ടൊരു മൂല്യം അങ്ങനെയൊന്നും നിലനിൽക്കുന്നില്ല സമൂഹത്തിൽ. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറയുകയാണ് സനാതനികൾ ചെയ്യുന്നത്. അതിനെ ചോദ്യം ചെയ്യുന്നത് നവോത്ഥാനം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് ഈ പുസ്തകത്തിലും ഉള്ളത്. സനാതനധർമ്മവും ഹിന്ദുത്വവും ഒന്നാണെന്ന പൊതുബോധം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അല്ല, സനാതനധർമ്മം എന്ന് ഹിന്ദുത്വവാദികൾ വിശേഷിപ്പിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിലുള്ള ഭിന്നതയും ശത്രുതയും വളർത്തുന്ന ഒരാശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതാണ് ഹിന്ദുത്വം എന്നാണ് അവരവകാശപ്പെടുന്നതാണ്. ഞാൻ ഈ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. അപ്പോൾ കാലവ്യത്യാസം കൂടാതെ, ദേശവ്യത്യാസം കൂടാതെ, മതവ്യത്യാസം കൂടാതെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള മൂല്യബോധം എന്തായിരിക്കണം? അപ്പോൾ ആ മൂല്യബോധത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഞാനടക്കം ഉയർത്തിപ്പിടിക്കുന്നു. ആ മൂല്യബോധം സംരക്ഷിക്കണം, മനുഷ്യത്വത്തിൻ്റെതായിട്ടുള്ള മൂല്യബോധം. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരു പറയുന്നത് പേരൂര് തൊഴിലീ മൂന്നും പോരുമായത് കേൾക്കുക എന്നതാണ്.
അതായത് പേര്. ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ടത് പേരാണ്. പിന്നെയോ എവിടെയാണ്, ഒരു സ്ഥലം എവിടെയാണ്, പിന്നെ തൊഴിൽ. ഈ മൂന്നും ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജാതി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനാവും. അതിന്റെ അപ്പുറത്ത് വേറെ ജാതി ഇല്ല എന്നാണ്. മനുഷ്യാണാം മനുഷ്യത്വം യാതൊരുത്വം ഗവാം യഥ എന്നാണ്. അപ്പോൾ പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം. അപ്പോൾ ആ മനുഷ്യത്വത്തിന്റെ മൂല്യബോധം ലോകത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. ഓരോ വ്യത്യാസത്തെയും അടിസ്ഥാനപ്പെടുത്തി ആ മൂല്യബോധം ഓരോ തലങ്ങളിലും നിലനിന്നിട്ടുണ്ട്. അപ്പോൾ സാർവത്രികമായിട്ട് ഈ മൂല്യബോധത്തെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അതല്ലാതെ മനുഷ്യർക്കിടയിൽ ജാതി വിദ്വേഷമോ മതവിദ്വേഷമോ ഉണ്ടാക്കുന്ന മൂല്യബോധമാണ് യഥാർത്ഥത്തിൽ സനാതന ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്നത്. ഗാന്ധിയെ ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് സനാതനികളാണെന്ന് ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവര് ഭയപ്പെട്ടിരുന്നോ ഈ സമൂഹത്തിലുള്ള അനീതിക്കെതിരെ ചോദ്യം ചെയ്യുന്ന ആളുകളെ? അതായത് RSSന്റെ മലയാളത്തിലുള്ള പ്രസിദ്ധീകരണമാണ് കേസരി. ആ കേസരിയുടെ 2024 ഓണപ്പതിപ്പിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 13 ലേഖനങ്ങളാണ് സനാതന ധർമ്മത്തെപ്പറ്റി എഴുതി മാലോകരെ അറിയിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. അതിൽ ഒരിടത്ത് ഒരാൾ പറയുന്നത്, ഈ ഗാന്ധിജിയെപ്പറ്റി നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളോട് യോജിപ്പുണ്ടാവാം, ചിലർക്ക് വിയോജിപ്പാവാം. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തെ ഗാന്ധിജി നയിച്ചത് സനാതന ധർമ്മ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എത്ര കൗതുകരമായിട്ടുള്ള ദുർവ്യാഖ്യാനമാണ്. വല്ല സംശയം, എന്നിട്ട് അതിൽ പറയാണ്, വല്ല സംശയമുള്ളവർ ഗാന്ധിജിയുടെ ഹിന്ദു സ്വരാജ് വായിക്കുക എന്നതാണ്. ഗാന്ധിജിയുടെ ഒരു പുസ്തകമാണ് ഹിന്ദു സ്വരാജ്. 1909 അദ്ദേഹം നേരിട്ട് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നതിന് മുമ്പേ ദക്ഷിണാഫ്രിക്കയിലും ലണ്ടനിലും ഒക്കെ കഴിഞ്ഞ കാലത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഈ ഹിന്ദു സ്വരാജ്. ഹിന്ദു സ്വരാജ് മനസ്സിലാക്കണം. ആ പുസ്തകത്തിലെ പേര് തന്നെ എങ്ങനെയാണ് ദുർവ്യാഖ്യാനിക്കുന്നതെന്ന് കൃത്യമായി ശ്രദ്ധിക്കുക. ഗാന്ധിയുടെ പുസ്തകത്തിന്റെ പേര് ഹിന്ദ് സ്വരാജ് എന്നാണ്. ഹിന്ദ് HIND ഹിന്ദ് സ്വരാജ് SWRAJ എന്നതാണ്. ഹിന്ദു സ്വരാജ് എന്നാണ്. ഇവര് വ്യാഖ്യാനിച്ച് ഹിന്ദു സ്വരാജ് എന്നാണ്. എങ്ങനെ മാത്രം ദുർവ്യാഖ്യാനമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഹിന്ദു സ്വരാജ് വായിച്ചു കഴിഞ്ഞാൽ സനാതന ധർമ്മത്തെ കുറിച്ച് ഒരു വാക്ക് പോലും അതിൽ കാണാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ സനാതനികൾ ഇപ്പൊ പറയുന്ന ഈ മതവ്യത്യാസമുണ്ടല്ലോ, അതായത് മതവിദ്വേഷം, അന്യമത വിദ്വേഷം, ഇതൊന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അദ്ദേഹം അക്കാലത്ത് തന്നെ തൻ്റെ ദക്ഷിണാഫ്രിക്കൻ അനുഭവങ്ങളെ മുൻനിർത്തി എല്ലാ ദേശങ്ങളിലും എല്ലാ രാജ്യങ്ങളിലുമുള്ള വിഷമം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരെ ഒന്നിക്കണം എന്നുള്ള മുദ്രാവാക്യമാണ് ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഗാന്ധിജിയും സനാതന ധാർമ്മിക മൂല്യങ്ങൾ പിന്തുടർന്ന ആളായിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സ്വാതന്ത്ര്യ സമരം നയിച്ചത് എന്നൊക്കെ പറയുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ ഗാന്ധിജിയെ എത്രമാത്രം വക്രീകരിച്ചാണ് ഈ സനാതന ധർമ്മവാദികൾ ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം നമ്മുടെ ഈ പുസ്തകത്തിൽ പരിശോധിക്കുന്ന ഒരു ഭാഗം, ഈ 1923 കാക്കിനാടയിലെ കോൺഗ്രസ് സമ്മേളനമാണ് ഐത്തോച്ചാടന പ്രമേയം. ഐത്തോച്ചാടനം നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളുകയും അതിനുവേണ്ടി കോൺഗ്രസ് ഒരു കർമ്മ പരിപാടി നടപ്പാക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ ചരിത്രം ആരംഭിക്കുന്നത് ഇവിടെയാണ്, കേരളത്തിൽ. വൈക്കം ക്ഷേത്ര സമരം 1924 ആരംഭിക്കുന്നത്. വൈക്കം ക്ഷേത്ര സമരം ആരംഭിച്ച് വൈക്കം ക്ഷേത്ര സമരത്തിലെ ആവശ്യം എന്താണ്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള വഴിയിലൂടെ പിന്നാക്ക ജാതിയിൽപ്പെട്ടവർക്ക്, അയിത്തജാതിക്കാർക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. വഴി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, ക്ഷേത്രത്തിൽ പോകാനല്ല, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം. TK മാധവൻ ഉൾപ്പെടെ, അതിൽ ശ്രീനാരായണ ഗുരു വരുന്നുണ്ട്, മന്നത്ത് പത്മനാഭൻ വരുന്നുണ്ട്, EV രാമസ്വാമി നായ്ക്കർ വരുന്നുണ്ട്, പഞ്ചാബിൽ നിന്ന് അകാലികൾ വരുന്നുണ്ട്. എല്ലാവരുടെയും പിന്തുണയോടുകൂടി അസമത്വം പരിഹരിക്കാനുള്ള
ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അയിത്തോച്ചാടന പ്രക്ഷോഭം ആരംഭിക്കുന്നത്, വൈക്കം ക്ഷേത്ര സമരം. പക്ഷേ സനാതനികൾ അനുവദിക്കുന്നില്ല. വൈക്കം ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഇണ്ടംതുരുത്തി നമ്പൂതിരി ഉണ്ടല്ലോ, അദ്ദേഹവുമായിട്ട് ഗാന്ധിജി കൂടിയാലോചനയ്ക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ സമരം അവസാനിക്കാതെ മുന്നോട്ട് പോവുകയും 11 മാസം പിന്നിട്ട അവസരത്തിലാണ് മഹാത്മാഗാന്ധി 1925 കേരളം സന്ദർശിക്കുന്നത്. അപ്പോൾ അയിത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഗാന്ധി എത്തുകയും ആ വൈക്കം ക്ഷേത്ര സമരം ഒത്തുതീർക്കാനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യുന്നു. ഈ ഇണ്ടംതുരുത്തി നമ്പൂതിരിയായിട്ട് അദ്ദേഹം കൂടിയാലോചനയ്ക്ക് പോയല്ലോ. പക്ഷേ നമ്പൂതിരി ജാതി അകലം, അതാണ് തീണ്ടാപ്പാട് അകലം പാലിച്ചുകൊണ്ടാണ് ഗാന്ധിയെ ഇരുത്തുന്നത്. ഒത്തുതീർപ്പുണ്ടായില്ല. അന്നത്തെ തിരുവിതാംകൂർ ഭരിക്കുന്ന രാജാക്കന്മാരുമായിട്ട് കൂടിയാലോചന നടത്തുന്നുണ്ടല്ലോ, ഇവിടെയും ഒത്തുതീർപ്പുണ്ടാവുന്നില്ല. അവിടെയാണ് സനാതനികൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇതാണ് വൈക്കത്തേക്ക് അദ്ദേഹം ബോട്ടിൽ എത്തുന്ന അവസരത്തിൽ അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്നത്, നിങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും ഉത്കണ്ഠപ്പെടേണ്ട, ഇത് ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന സമരത്തെ പറ്റി നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, വലിയ വെള്ളപ്പൊക്കമാണ് 1924 വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായി ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരുടെ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ വഴി നടക്കാൻ അവകാശമില്ലാത്ത ജനവിഭാഗങ്ങളുടെ കാര്യവും നിങ്ങൾ ആലോചിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സനാതനികൾ അന്ന് എതിർപ്പ് ഉയർത്തുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനെതിരായിട്ട്. അത് പിന്നീട് തുടർന്നിട്ടുണ്ട്. കേരളത്തിൽ മഹാത്മാഗാന്ധി തൻ്റെ ജീവിതകാലത്ത് സന്ദർശനം നടത്തുന്നത് 5 അവസരങ്ങളിലാണ്, 5 സന്ദർഭങ്ങളിലാണ്. അത് 1920 അത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മൗലാന ഷൗക്കത്ത് അലിയും ഗാന്ധിയും കോഴിക്കോട് കടപ്പുറത്ത് നടത്തുന്ന പ്രസംഗമുണ്ട്. അത് ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. ഇപ്പോൾ സനാതന ധർമ്മവാദികൾ മതപരമായിട്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ ഗാന്ധിജി ശ്രമിച്ചത് ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഇതിന് ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടി. ആ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഘട്ടത്തിൽ RSS ഒന്നിലും പങ്കെടുക്കുന്നില്ലല്ലോ. അതാണ് അവരന്നേരം ശാഖയിൽ കബഡി കളിക്കുക RSSന്റെ പരിപാടി എന്നാണ് അതിൻ്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചത്. 20-ന് ശേഷം പിന്നെ ഗാന്ധി എത്തുന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള വൈക്കം ക്ഷേത്ര സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. പിന്നെ 1927 എത്തുന്നത് ഗാന്ധി. 1934 എത്തുന്നു, പിന്നെ 37 എത്തുന്നു. ഇവിടെ ഓരോ സന്ദർഭങ്ങളിൽ 25 സനാതനികളുടെ എതിർപ്പ് ഉയർത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞു. 27 അദ്ദേഹം വന്നപ്പോൾ അന്നും എതിർപ്പുയർത്തിയിട്ടുണ്ട്. ഗാന്ധിജി ഗോബയാക്ക് വിളി, ഗാന്ധിജിക്കെതിരായിട്ടുള്ള കരിങ്കൊടി പ്രകടനം. 34 അദ്ദേഹം പയ്യന്നൂരിലെത്തുന്നുണ്ട്. അത് കൗതുകരമായിട്ടുള്ള കാര്യമാണ്. 34 പയ്യന്നൂരിലെത്തുന്നത് അന്നത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റ് ജാതിക്കാരുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ള, ഒരേ ബെഞ്ചിലിരുന്നോ ഒരേ ക്ലാസ്സിലിരുന്നോ പഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിട്ടുള്ള സ്വാമി ആനന്ദതീർത്ഥൻ പയ്യന്നൂരിൽ ഒരു ഹരിജന സ്കൂൾ ആരംഭിച്ചു. ഹരിജന സ്കൂൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി പയ്യന്നൂരിലെത്തുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് തീവണ്ടി കയറി പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങേണ്ട താമസം അവിടെ സനാതനികൾ പ്രത്യക്ഷപ്പെടുന്നു. പട്ടികജാതി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സ്കൂൾ സന്ദർശിക്കുന്നതിനെതിരായിട്ട് പോലും പ്രകടനം നടത്തിയവരാണ് സനാതനികൾ. യഥാർത്ഥത്തിൽ 34 മഹാത്മാഗാന്ധിക്ക് നേരെയുള്ള ആദ്യത്തെ വധശ്രമം നടക്കുന്നത്. അത് ഈ വൈക്കത്തും ഇവിടെ പയ്യന്നൂരിൽ മറ്റും എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പര്യടനം പല ഭാഗങ്ങളിലും പോയി. 34 ജൂണിൽ അദ്ദേഹം പൂനെയിലെത്തുമ്പോൾ പൂനെയിലെ മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിന് മംഗളപത്രം സമർപ്പിക്കുന്നു. ആ ചടങ്ങിന് വരുന്ന അവസരത്തിൽ ഗാന്ധിയുടെ വാഹനമാണ് എത്തുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെതിരെ ബോംബെറിഞ്ഞു. അത്ഭുതകരമായിട്ട് ഗാന്ധിയെ രക്ഷപ്പെട്ടു, പക്ഷേ 7 പേർക്ക് പരിക്കുപറ്റി. അപ്പോൾ ആദ്യത്തെ ഗാന്ധിയുടെ നേരെയുള്ള വധശ്രമം നടന്നത് 34 ജൂണിലാണ്. അത് നടത്തിയത് സനാതനികളാണ്. ഈ പുസ്തകത്തിൽ മാതൃഭൂമി പത്രം 1934 ജൂണിൽ ഈ സനാതനികൾ പൂനെയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ വധശ്രമത്തെ സംബന്ധിച്ച്
ഒരു ഫുൾ പേജ് വാർത്ത കൊടുത്തിട്ടുണ്ട്. ആ വാർത്തയിലെ ഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്ന് KPCCയുടെ സെക്രട്ടറി ആയിരുന്നു മഹാനായിട്ടുള്ള AK ജി അന്ന് ഈ സനാതനികൾ നടത്തിയ ആക്രമണത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അത് മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിൽ നിലനിന്നിട്ടുള്ള ഈ വർണ്ണജാതി വ്യവസ്ഥക്കെതിരായി നവോത്ഥാന ശക്തികൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾക്കെതിരായിരുന്നു സനാതനികൾ. ഗാന്ധി തന്നെ അദ്ദേഹം ചില ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനതൊരു സനാതന ഹിന്ദുവാണ്, അതിന് ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ സനാതന ഹിന്ദുവാണ്. പക്ഷേ ഈ സനാതനികൾ പറയുന്ന ഈ ജാതി ഐത്തം ഇല്ലാതാക്കണം. അതാണ് സനാതനികൾ പൊക്കിപ്പിടിക്കുന്ന ജാതി ഐത്തത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ല. അപ്പോൾ ഐത്തോച്ചാട പ്രക്ഷോഭത്തിൽ ഗാന്ധി എത്തുന്നു. അപ്പോൾ ഗാന്ധിജി രാജ്യത്തിലെ ജനങ്ങളിൽ വലിയ നിലക്ക് മേധാശക്തിയുള്ള ഒരു നേതാവാണല്ലോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയാൽ തങ്ങളുടെ സനാതന ഹിന്ദുത്വം പരാജയപ്പെടും, അതിന് മുന്നോട്ട് പോകാനാവില്ല എന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ ശാരീരികമായി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ആലോചിച്ചതും സനാതനികളാണ്. അതാണ് പിന്നീട് അവർ വിജയിപ്പിച്ചെടുത്തത്. 48 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിറിൽ ഈ ഹിന്ദു മുസ്ലിം കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം വലിയ നിലക്കാണ് കൽക്കട്ടയിൽ ഉപവാസം നടത്തിയത്. അതിനുശേഷം ഡൽഹിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് നേരെയുള്ള വധശ്രമം വിജയിച്ചു. 6ാമത്തെ വധശ്രമമാണ് വിജയിക്കുന്നത്. അപ്പോൾ ഈ സനാതനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ വിഭാഗം തന്നെയാണ് പിന്നീട് RSS ആയിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. അതേപോലെ തന്നെ കീഴാള ജനതയുടെ അമ്പലങ്ങൾ എങ്ങനെയാണ് സനാതനികൾ കൈയടക്കി വെച്ചിരിക്കുന്നത്? ഇപ്പം അതേപോലെ അവരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സപ്താഹം പോലുള്ള ഒരു സമയങ്ങളിൽ അതിനെ ഏറ്റവും വലിയൊരു കർമ്മ സ്ഥാനത്തേക്ക് ഇവരെ കൊണ്ടുവരുന്നുണ്ട്. ഈ കീഴാള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പിടിച്ച് വെച്ചിട്ട് അവർ സപ്താഹ വായനയ്ക്കും അല്ലാതെയും ആ കർമ്മങ്ങൾക്കായിട്ടും ഇവരെയാണ് ഉപയോഗിക്കുന്നത്. അതൊരു തരം എന്താ പറയുക, ആ ഒരു പിടിച്ചടക്കലിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സനാതനികൾ ചെയ്യുന്നൊരു ഈ ജനതയോട് കാണിക്കുന്നൊരു ക്രൂരതയായിട്ട് തന്നെയല്ലേ തോന്നുന്നത്? തീർച്ചയായും. അതായത് വ്യത്യസ്തമായ ആരാധനാ രീതികൾ പിന്തുടരുന്ന ആളുകളെ മതപരമായിട്ട് ഏകോപിപ്പിക്കണം. അതാണ് ശ്രമം നടക്കുന്നത്. അതായത് ജാതി സ്വത്വമുണ്ട് ഇവിടെ. അപ്പൊ ജാതി സ്വത്വത്തിന്റെ രീതികളെ എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ, അത് ഹിന്ദുത്വത്തിന്റെ കുടക്കീഴിൽ അണിനിരത്തുക, അത് ആസൂത്രിതമായൊരു ശ്രമമാണ്. അതായത് ക്ഷേത്രവൽക്കരണം, അതുപോലെ തന്നെ ഹിന്ദു ഏകീകരണം എന്നൊക്കെ ഉള്ള മുദ്രാവാക്യം ഉയർത്തിയിട്ട് കീഴാള ജനതയുടെ ആരാധനാലയങ്ങളെയൊക്കെ തന്നെ ഹിന്ദുത്വത്തിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരിക. ഇപ്പോൾ തമിഴിലെയും മലയാളത്തിലെയും ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരനാണ് ജയമോഹൻ. ജയമോഹൻ എഴുതിയിട്ടൊരു നോവലുണ്ട്, അതിൻ്റെ പേരാണ് മാടൻ മോക്ഷം. ഇപ്പോൾ അതൊരു നാടകമായിട്ട് കേരളത്തിലെ വിവിധ വേദികളിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ മാടൻ എന്ന് പറയുന്ന ചുടലമാടനാണ്. കീഴാള ജനവിഭാഗങ്ങൾ അതിൽപ്പെട്ട മനുഷ്യർ അന്തരിച്ചു കഴിഞ്ഞാൽ ആ ദഹിപ്പിക്കുന്ന ആ ചുടലക്ക് കാവൽ നിൽക്കുന്ന ആളാണ് മാടൻ. അപ്പം മാടന് ഭക്ഷണം കൊടുക്കുന്ന ആരാ? ഈ ആരാധകന്മാരായിട്ടുള്ള ആളുകൾ കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം, അത് കള്ളും മദ്യവും ഒക്കെ കൊണ്ടു കൊടുക്കും. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള മാടനെ എല്ലാവരും സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. അപ്പോൾ അത് പിൽക്കാലത്ത് ആ മാടൻ്റെ ആരാധകന്മാരുടെ എണ്ണം കുറയുമ്പോൾ അവിടെ മാടനെ, ചുടലമാടനെ മാടൻ തമ്പുരാനാക്കി മാറ്റുക. ഈ ഒരു പ്രക്രിയ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കീഴാളരുടെ ആരാധനാ രീതികളെയൊക്കെ തന്നെ ക്ഷേത്രമാക്കി മാറ്റുക. അപ്പോൾ കാവുകൾ, ആ കാവുകൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ബോർഡ് വെക്കുക. ഇത് കൃത്യമായിട്ടൊരു ആസൂത്രണമാണ്. അതിനെ തിരിച്ചറിയണം എന്ന് ഈ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നു. അപ്പോൾ ക്ഷേത്രവൽക്കരണം, അതുപോലെ തന്നെ പ്രതിഷ്ഠ, അതാണ് ഈ കീഴാളൻ്റെ
കാവുകൾ, പതികൾ ഒക്കെ അവിടെ പ്രതിഷ്ഠ നടത്തുക. പ്രതിഷ്ഠ ഇല്ലാത്തടത്ത് എന്ത് പ്രതിഷ്ഠ? പുനഃപ്രതിഷ്ഠ. മനസ്സിലായില്ലേ? പ്രതിഷ്ഠ യഥാർത്ഥത്തിൽ ഈ കാവുകളിലൊക്കെ മൂർത്തികളാണ്. ആ മൂർത്തികൾക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു പ്രതിഷ്ഠയില്ല. ശിവലിംഗം പ്രതിഷ്ഠിക്കുന്ന പോലെയൊന്നും പ്രതിഷ്ഠയൊന്നും അവിടെ ഇല്ല. അപ്പോൾ പ്രതിഷ്ഠയില്ലാത്ത ചില സ്ഥലത്ത് പുനഃപ്രതിഷ്ഠ. ഇതാരാ നടത്തുന്നത്? ഈ ബ്രാഹ്മണീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ പ്രതിഷ്ഠയില്ലാത്ത സ്ഥലത്ത് പുനഃപ്രതിഷ്ഠ, കാവുകളായിരുന്ന കീഴാള ആരാധനാലയങ്ങളുടെ മുന്നിൽ ക്ഷേത്രം എന്ന ബോർഡ് വെക്കുക. ഇത് ഒരു രാഷ്ട്രീയ പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് സംബന്ധിച്ച് മറ്റു വിശദാംശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ സപ്താഹം പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് സാറിപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ എഴുത്തിനായിട്ട് ഫീൽഡിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഇപ്പോൾ ഉള്ള നമ്മുടെ ഇതിൽ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ കണ്ണൂരിൻ്റെ അടുത്തുള്ള ഒരു ചിറക്കൽ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ഭാഗവത സപ്താഹ യജ്ഞം നടത്തിയ അനുഭവം ഉണ്ടായി. ഒരു 4 കൊല്ലം മുമ്പാണ്. അപ്പോൾ കേരളത്തിൽ പലയിടത്തും ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഭാഗവതത്തിലെ 2 ശ്ലോകങ്ങൾ ചൊല്ലുക, എന്നിട്ട് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകരുടെ സംഘം കേരളത്തിൽ സംഘപരിവാരം ഒരുക്കിയിട്ടുണ്ട്. ഭാഗവത സപ്താഹ യജ്ഞം നടത്തുക, ഭാഗവതത്തിലെ 2 ശ്ലോകം ചൊല്ലുക, എന്നിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പറ്റി പ്രസംഗിക്കുക, കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി വിമർശനം ഉന്നയിക്കുക. സ്ത്രീകൾ തന്നെ അതിനെ ചോദ്യം ചെയ്തു. ഒരു സ്വാമിയാണ് വന്നത്, ആ സ്വാമിയുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആശയ പദ്ധതി സംഘപരിവാരം കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ജനങ്ങളെ വിഭജിക്കാനുള്ള വർഗീയ പദ്ധതിക്കെതിരായിട്ട് നാനാവിശ്വാസികൾ ഒന്നിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതാണ് വിശ്വാസികൾ വർഗീയതക്കെതിരായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിലായാലും കാവുകളിലായാലും മടപ്പരയിലായാലും പതികളിലായാലും കോട്ടങ്ങളിലായാലും എത്തുന്ന വിശ്വാസികൾ, എന്തിനാ അവർ വിശ്വാസി അമ്പലത്തിൽ പോകുന്നത്? തൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾ ദൈവത്തോട് പറയുക, ദൈവം അതിന് അനുകൂലമായിട്ടുള്ള പ്രതിഫലം സൃഷ്ടിക്കും എന്നാണ് ആ വിശ്വാസി കരുതുന്നത്. അവൻ്റെ മനസ്സിൽ വേറൊരു മതക്കാരനോട് വിദ്വേഷം ഉണ്ടാകുന്നില്ല. അപ്പോൾ വിശ്വാസികളെ വർഗീയമായിട്ട് വഴിതെറ്റിക്കാനും വിശ്വാസികളുടെ മനസ്സിൽ ഇതര മതവിദ്വേഷം ഉണ്ടാക്കാനും വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ആശയപ്രചരണം കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രായോഗികമായിട്ട് രൂപങ്ങളാണ് സൂര്യ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒന്ന് ഈ കീഴാള ആരാധനാലയങ്ങളെയൊക്കെ തന്നെ മാറ്റിമറിക്കുക, അവിടുത്തെ രീതികൾ മാറ്റിമറിക്കുക, എന്നിട്ട് ബ്രാഹ്മണീയമായിട്ടുള്ള ആരാധനാ രീതികൾ അവിടെ പകരം വെക്കുക. ഇതും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസികൾക്കിടയിൽ തന്നെ തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള ആരാധനാ രീതിയിൽ മാറ്റം വരുത്തുന്നതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ശക്തമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ പദ്ധതി വിജയിച്ചിട്ടില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ വടക്കേ മലബാറിലെ വലിയ ഉത്സവങ്ങളാണ് തെറ, തെയ്യം എന്നൊക്കെ പറയുന്നത്. അതേപോലെ ആ തെറ, തെയ്യം നടത്തപ്പെടുന്ന കാവുകളിൽ, ക്ഷേത്രങ്ങളല്ല കാവുകളിൽ ഇപ്പം സനാതനികൾ കൈയടക്കിയിട്ടുണ്ട്. ചാത്തൻ അല്ലെങ്കിൽ ഗുളികൻ എന്നീ പ്രതിഷ്ഠകളാണ് സാധാരണയായിട്ട് ഒരു കാവുകളിൽ ഉണ്ടാവുന്നത്. ചാത്തന്, അതേപോലെ ഗണ്ടാകർണൻ, ഭൈരവൻ, ഇങ്ങനെ ഒത്തിരി ഇത് വരുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ് സനാതനികൾ കൈയടക്കുന്നത്? എങ്ങനെയാണ് അവരുടെ ഒരു ഭരണം അല്ലെങ്കിൽ അവരുടെ ഒരു രീതിയിലേക്ക് നമ്മുടെ കാവുകളെ അവർ വളച്ചെടുക്കുന്നത്? അവിടുത്തെ ഓരോ ആളുകളെയും അവരുടെ കീഴിലേക്ക് അവരെങ്ങനെ എത്തിക്കുന്നു? അതായത് ഇത് കൃത്യമായിട്ടൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ പുസ്തകത്തിൽ വിലയിരുത്തുന്നത് കേരളത്തിൽ RSS പ്രചാരകനായിരുന്ന പി. മാധവൻ എഴുതിയിട്ടുള്ള ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ അതിൽ ബ്രാഹ്മണീയമായിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുക്കുക, കാവുകളെയും മടപ്പുരകളെയും മറ്റും 2ാം സ്ഥാനമായിട്ട് ചിത്രീകരിക്കുക. കീഴ്ഘടകങ്ങൾ, അതാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് ആ പ്രചാരകൻ, RSS പ്രചാരകൻ പറയുന്നത് ഈ മറ്റേയുള്ള കാവുകൾ, മടപ്പുരകൾ എന്നൊക്കെ പറയുന്നത് കീഴ്ഘടകങ്ങളാണ്, ഹിന്ദു ആരാധനാലയങ്ങളിലെ കീഴ്ഘടകങ്ങളാണ്. അപ്പോൾ ആ കീഴ്ഘടകങ്ങളെ അടക്കം ഒന്നിപ്പിച്ചുകൊണ്ട് ഹിന്ദുത്വ ഏകീകരണം എന്നുള്ള രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കാനാണ് സംഘപരിവാരം പരിശ്രമിക്കുന്നത്. അതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്.
പോലെ ഈ സനാതനികളുടെ ഒരു അവരെ ഒരു ഗാന്ധിജി കേരളത്തിൽ വന്നു എന്ന് പറയുന്ന കാലഘട്ടം മുതലേ നമ്മൾ ഇല്ലായ്മ ചെയ്തിരുന്നു എങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഒരു കാര്യം? അല്ല, ഇത് ഇല്ലാതാക്കൽ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു സമരത്തിൻ്റെ ഫലമാണ്. അതെ. അപ്പോൾ നവോത്ഥാനവും പുനരുത്ഥാനവും രണ്ട് വിപരീത വാക്കുകളാണല്ലോ. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പക്ഷത്താണ് നമ്മളൊക്കെ അണിനിരക്കേണ്ടത്. നവോത്ഥാനം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വിപരീതമായിട്ടുള്ള പുനരുത്ഥാനവും സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലൊട്ടായിടത്തും നവോത്ഥാനവും പുനരുത്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ഈ നവോത്ഥാനവും പുനരുത്ഥാനവും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടക്കുക. ഇപ്പോൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ ഇവരൊക്കെ നടത്തിയിട്ടുള്ള നവോത്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതകാലത്തോടു കൂടി അവസാനിച്ചതല്ല, അത് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെ ഉണ്ടാകും. അപ്പോൾ ഓരോ മനുഷ്യന്റെയും മുന്നിൽ ഉള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ ഏതിന്റെ കൂടിയാണ്? നിങ്ങൾ നവോത്ഥാനത്തിന്റെ കൂടിയാണോ? നിങ്ങൾ പുനരുത്ഥാനത്തിന്റെ കൂടിയാണോ? ചത്ത് മണ്ണടിഞ്ഞതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് സനാതന ഹിന്ദുത്വവാദികൾ ഇന്ന് പരിശ്രമിക്കുന്നത്. നമ്മളെപ്പോലെയുള്ള ആളുകൾ ചെയ്യേണ്ടത് നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തുടർ പ്രക്രിയയാണ്, ഒരു തുടർ സമരമാണ്. ആ തുടർ സമരത്തിലൂടെ, ഇത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും, തുടർ സമരത്തിലൂടെ, ആശയ സമരത്തിലൂടെ ഈ മനുഷ്യർക്കിടയിൽ ഭിന്നത ഉയർത്തുന്ന ഇത്തരം ശക്തികളെ തോൽപ്പിക്കാൻ കഴിയേണ്ടതുണ്ട്. അതാണ് ഈ പുസ്തകത്തിലൂടെ നൽകുന്ന സന്ദേശം. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നത്തെ അല്ലെ പ്രശ്നത്തിന് ഒരു പ്രതിവിധി എന്ന നിലയിൽ സനാതനധർമ്മം മുന്നോട്ട് വരുന്നത് നല്ലതാണെന്നുള്ളത് തോന്നുന്നുണ്ടോ? അല്ല, ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവർക്കിടയിലുള്ള ജാതിയോ മതമോ വ്യത്യാസമല്ല പരിഗണിക്കേണ്ടത്. അവരെയെല്ലാം ജനങ്ങളെ വർഗീകരിക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണ് വർഗീകരിക്കേണ്ടത്? കഷ്ടപ്പെടുന്നവർ, സമ്പന്നതയുടെ കൊടുമുടിയിൽ നിൽക്കുന്നവർ, ഈ നിലക്കുള്ള വ്യത്യാസമാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു, കഷ്ടപ്പാടിലേക്ക് പോകുന്നു, തൊഴിലില്ലായ്മ കൊണ്ട് വിഷമിക്കുന്നു, അസമത്വം പെരുകുന്നു. അതാണിന്ന് ഈ കോർപ്പറേറ്റ് മൂലധന ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് പോകുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യർ, പാവങ്ങളായിട്ടുള്ള ആളുകൾ ദാരിദ്ര്യത്തിലേക്ക്, വിഷമാവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തുന്നു. ഈ വ്യത്യാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതും ഇടപെടേണ്ടതുമായിട്ടുള്ള കാര്യം. ആ പാവപ്പെട്ടവരുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ വ്യത്യാസമുളവാക്കുന്ന ആശയങ്ങളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കാനാവണം. അപ്പം അതിൽ വിശ്വാസികളെ കൂടി നമ്മുടെ പക്ഷത്ത് ചേർക്കണം. അതാണ്, വിശ്വാസികളെ വർഗീയ ശക്തികൾക്ക് വിട്ടുകൊടുക്കാനല്ല പോകേണ്ടത്. ആ വിശ്വാസികളുടെ മൂർത്തമായ ജീവിത പ്രശ്നമുണ്ട്, അതാണ് വിഷമപ്രശ്നങ്ങൾ, ജീവിതത്തിലെ വിഷമങ്ങൾ. ആ വിഷമങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ മൂലധന ശക്തികളെയാണ് നിങ്ങൾ തോൽപ്പിക്കേണ്ടത് എന്ന കൃത്യമായിട്ട് സന്ദേശം അവർക്കടക്കം കൊടുക്കാൻ വേണ്ടി കഴിയണം.